വാർത്താമാധ്യമങ്ങൾ നമ്മുടെ ഐശ്വര്യവും അനുഗ്രഹവുമാണ്. പക്ഷേ പലപ്പോഴും ഈ വാർത്താമാധ്യമങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഈ അടുത്ത് ഗോവിന്ദച്ചാമി ജയിൽ ചാടി. അയാൾ എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്ന CCTV ദൃശ്യങ്ങൾ ചാനലുകൾ വഴി പുറത്തുവിട്ടതിനാൽ ജയിൽ പുള്ളികൾക്ക് എങ്ങനെ ജയിൽ ചാടാമെന്ന് പഠിക്കാനായി. ഇനി ജയിലിൽ പോകാനുള്ളവർക്കും എങ്ങനെയാണ് ജയിലിൽ നിന്ന് ചാടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജയിലിൻ്റെ കമ്പികൾ, ജനൽ കമ്പികൾ എങ്ങനെ ബലക്ഷയപ്പെടുത്താം, എങ്ങനെ അത് വളക്കാം, മുറിക്കാം. അതുപോലെ ജനലിൻ്റെ അഴികൾക്കുള്ളിലൂടെ പുറത്തോട്ട് കടക്കാൻ കഴിയില്ലെങ്കിൽ ചപ്പാത്തി മാത്രം തിന്ന് തടി ചുരുക്കി കൊണ്ടുവന്ന് അതിലൂടെ ചാടിക്കടക്കാൻ എങ്ങനെ സാധിക്കും എന്ന ഗോവിന്ദച്ചാമി തന്ത്രം ഈ മാലോകരെ മുഴുവൻ അറിയിച്ചത് ചാനലുകളാണ്. അപ്പോൾ വാർത്താ മാധ്യമ പ്രവർത്തനം എന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതായിരിക്കണം. പലപ്പോഴും നമുക്കറിയാം, ഈയിടെ ഒരു പോലീസുകാരൻ ഒരു മോഷ്ടാവിനെ പിടികൂടി. അയാളെ സൈറ്റിൽ കൊണ്ടുവന്ന് അയാൾ പൊളിച്ച പൂട്ട് പോലത്തൊരു പൂട്ടിയിട്ട് അയാളോട് അതൊന്ന് പൊളിക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ ഈസിയായി പൊളിച്ചു. പോലീസുകാരത് വീഡിയോ എടുത്ത് ചാനലുകൾക്ക് കൊടുത്തു. ചാനലുകൾ അത് ലോകരെ മുഴുവൻ അറിയിച്ചു. എന്തുപകാരമാണ് അതുകൊണ്ട് കിട്ടിയത്? ഇതുപോലെ കൊലപാതകം നടത്തിയിരിക്കുന്ന പ്രതിയെ പിടികൂടിയാൽ അയാൾ എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്ന രീതിശാസ്ത്രം അയാളോട് ചോദിക്കുകയും അത് ചാനലുകാർക്കും പത്രമാധ്യമങ്ങൾക്കും നൽകുകയും ചെയ്യും. എന്നിട്ട് അവരതെല്ലാം മാലോകരെ അറിയിക്കും. അതായത് ഒരു മോഷ്ടാവ് മോഷ്ടിച്ച രീതി എങ്ങനെ, ഒരു കൊലയാളി നടത്തിയ കൊലപാതകത്തിൻ്റെ രീതിശാസ്ത്രം എങ്ങനെ, അതുപോലെ കവർച്ചക്കാരൻ കവർച്ച ചെയ്തതെങ്ങനെ, ഈ നിലക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്ത ക്രിമിനലുകളുടെ ഐഡിയോളജിക്കൽ പരിപാടികൾ ചോദിച്ചറിഞ്ഞും അതുപോലെ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചും അത് മുഴുവൻ ചാനലുകൾക്കും പത്രങ്ങൾക്കും കൈമാറി അവരത് മാലോകരെ അറിയിക്കുക വഴി എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത്? ഒരുപാട് ക്രിമിനലുകൾക്ക് അത് സൗകര്യമായി അത് പഠിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഒരു ഉപകാരവും അതുകൊണ്ട് ലഭിക്കുന്നില്ല. അതിനാൽ ഈ പോലീസുകാരും പത്രക്കാരും ചാനലുകാരുമൊക്കെ ചെയ്യേണ്ടത്, ഇത്തരം സംഗതികൾ വന്നാൽ അതിൽ എന്ത് ഗുണമുണ്ട് പൊതുജനങ്ങൾക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വാർത്ത കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആവണം. അതുണ്ടാവുന്നുണ്ടോ എന്ന് നോക്കി വേണം അവർ വാർത്തകൾ കൊടുക്കാനും അതുപോലെ ചാനലുകൾ ഇതെല്ലാം പ്രക്ഷേപണം ചെയ്യാനും. പോലീസുകാർ പക്ഷേ കൊലപാതകികളെയും ക്രിമിനലുകളെയൊക്കെ കിട്ടിയാൽ അവർക്ക് അന്വേഷണാത്മകമായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുകയും അത് റെക്കോർഡാക്കി വെക്കുകയും ചെയ്യാം. എന്നിട്ട് കോടതിയിൽ കേസ് വരുന്ന സമയത്ത് അത് അവിടെ ഹാജരാക്കുകയാണ് വേണ്ടത്. അല്ലാതെ മാധ്യമങ്ങൾക്ക് നൽകി ജനങ്ങളെ മുഴുവൻ അവർ ചെയ്തിരിക്കുന്ന തെറ്റിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ രീതിശാസ്ത്രം ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കുകയല്ല മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത് എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്.